ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇപ്പോൾ ഫ്രാൻസിലാണ്. ഫ്രാൻസിൽ രാവിലെ 8 മണി 8:30 ആയപ്പോഴേക്കും ലോഡ് ഇറക്കി. പൂക്കളുമായിട്ടാണ് വന്നതാണ്. ഒരു കോംപ്ലിക്കേറ്റഡ് സ്ഥലം എന്ന് പറഞ്ഞാൽ ലോഡ് ഇറക്കണോടത്ത് വലിയ കമ്പനിയൊക്കെയാണ്, പക്ഷേ ലോഡ് ഇറക്കാനായിട്ട് ശോകമാണ്. ഞാനിവിടെ ഒരു 2 വർഷം മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ വന്നപ്പോൾ സംഭവങ്ങൾക്കൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. എൻട്രൻസിന് മാത്രം പൊടിയൊന്നും അതിലടിക്കേണ്ടത് തോന്നുന്നു. ബാക്കിയുള്ള സംഭവങ്ങൾക്കൊന്നും ഒരു വ്യത്യാസം കാണാനില്ല. ഇത് കുറച്ച് ശോകമായൊരു വഴിയാണ്. നമ്മളപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2 വർഷം മുമ്പ് എന്ന് പറഞ്ഞപ്പോൾ 2-3 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇതിലായിരുന്നു വഴീൻ്റെ അകത്തേക്ക് കയറാനായിട്ട്. ഇപ്പം അത് മാറ്റി ഇപ്പുറത്തേക്ക് ആക്കി. ബാക്കി കാര്യങ്ങളൊക്കെ കണക്ക് തന്നെ. ഇവിടെ ഉണ്ട് ഈ പറഞ്ഞ മെറ്റീരിയൽസ് കൊടുത്തു, അതിന് പകരമായിട്ട് അവർ വേറെ തന്നേക്കണം. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ അവരത് മാറ്റിയിട്ട് നമ്മളറിയാത്ത മാതിരി വേറെ വെച്ച് തന്നേക്കണം. പിന്നെ ആ പെണ്ണിൻ്റെ അടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു. പിന്നെ ഞാൻ നേരെ കമ്പനിയിലേക്ക് വിളിച്ച് ഇത് ചെയ്തു. ഈ ഓട്ടം തന്നവരടുത്ത് തന്നെ വലിയ സംഭവമുണ്ട്, തല്ലു പിടിക്കാനൊന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. നമുക്കപ്പോൾ എന്തായാലും നൈസായിട്ട് ഇതിലൊക്കെ കയറിയിട്ട് ഇതിലാണ് നമ്മളപ്പോൾ ഇന്നലെ വന്നത്. ഇന്നലെ രാത്രി ഞാനിവിടെ രാത്രിയല്ല, വൈകിട്ടൊരു 7 മണി കഴിഞ്ഞപ്പോഴേക്കും എത്തി. 7:30 ആയപ്പോഴേക്കും പിന്നെ വണ്ടി അവിടെ കയറ്റിയിട്ട് അവിടെ കിടന്ന് ഉറങ്ങി റെസ്റ്റ് എടുത്തു. കാലത്ത് ലോഡ് ഇറക്കി. ഇപ്പോൾ സമയം 9 മണി. ഈ ഫ്രാൻസിൽ ആങ്കർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ ഇതൊക്കെ ആയിട്ട് വരും. പാരീസിലേക്ക് എത്തണ്ട, പാരീസ് സെൻറ്ററായിട്ട് വരും. ഇത് ഇടതുഭാഗത്തായിട്ട് വരും. അതിൻ്റെ നമുക്ക് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് ഇവിടെ നിന്നൊരു 193 കിലോമീറ്റർ ഉണ്ട് ലോഡ് ഇറക്കാനായിട്ട്. മൊത്തം 11 സ്ഥലത്താണ് എനിക്ക് കയറി ഇറങ്ങാണ്ടായിരുന്നത്. 11 സ്ഥലം ഉണ്ടായിരുന്നു മൊത്തം. നമുക്ക് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഫ്രാൻസിൽ വന്നിട്ട് ആദ്യത്തെ ലോഡ് ഇറക്കിയതിന് ശേഷം ഒരു 1400 കിലോമീറ്റർ അടുത്തുണ്ടായിരുന്നു ബാക്കിയുള്ള സ്ഥലങ്ങളിലും കൂടെ ലോഡ് ഇറക്കാനായിട്ട്. ഞാൻ ഇന്നലെ ലോഡ് ഇറക്കി തീരേണ്ടതായിരുന്നു എല്ലായിടത്തും. എന്നിട്ട് തിരിച്ചിറങ്ങേണ്ടതായിരുന്നു സ്പെയിനിലേക്ക്. പക്ഷെ അവർ തന്നത് ഒരു ദിവസം താമസിക്കണമെങ്കിൽ ഓടുന്നു. അപ്പം അതിൻ്റെ പേരിൽ എല്ലാം കോംപ്ലിക്കേഷനായി. എല്ലാ സംഭവങ്ങൾക്കും മാറ്റങ്ങളൊക്കെ ഉണ്ടായി. ഗ്രാമങ്ങളിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 100 കിലോമീറ്റർ ഉണ്ടെങ്കിലും ഒരു 2-3 മണിക്കൂർ എടുക്കും സാധാരണ. ഇപ്പോൾ നമ്മൾ ഒരു നിവൃത്തിയുണ്ടെങ്കിൽ ഹൈവേ കയറും. ഞാൻ ടോൾ എടുത്തിട്ടാണ് ഭൂരിഭാഗം പോകാറ്. പക്ഷേ ഈ ഭാഗത്ത് ഒരു ഏരിയയിലും ടോളില്ല. ടോൾ എടുക്കണമെങ്കിൽ തന്നെ ഏകദേശം 10-40 കിലോമീറ്റർ പോകണം. എന്നിട്ട് ടോൾ എടുത്തിട്ട് കറങ്ങി തിരിച്ചൊരു 200 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ ഒരു 80 കിലോമീറ്റർ ഇവിടെ നേരിട്ട് പോകാനുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനത്തെ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു. എങ്കിലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും വണ്ടികൾ ഇതിന് മുമ്പിൽ വന്ന് പോയിട്ട് കഴിഞ്ഞാൽ തീർന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനുശേഷം അവിടെ ഓർഡർ ആക്കി കഴിഞ്ഞപ്പോൾ ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കി നൈസായിട്ട് പോവാന്ന് വിചാരിച്ചിരിക്കുന്നു.
ഇവിടെ നിന്ന് ഇനി ഇതൊരു ഗ്രാമമാണ്. ഇവിടേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 19 ടണ്ണിക്കുള്ള വണ്ടികൾ കയറാൻ പാടില്ല, അതല്ലെങ്കിൽ ലോഡ് ഇറക്കാൻ ഉണ്ടാവണം എന്നുള്ള സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ അടുത്ത് പോന്നു എന്നേ ഉള്ളൂ. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ഞാൻ ഇന്നലെ ഇന്നുമായിട്ടൊരു 6 സ്ഥലങ്ങളിലായിട്ട് ഇറക്കി. അപ്പൊ പ്രത്യേകത എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് പ്രശ്നം. അപ്പൊ പ്രത്യേകത എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉരുണ്ട് പോവും. അപ്പൊ അതിന്റെ പേരിൽ ഞങ്ങൾ സാധാരണ വെക്കണ സ്ഥലമാണ് അത്. ഇതാകുമ്പോൾ ഉരുണ്ട് പോയി. അപ്പൊ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു 2-3 ഗ്രാമങ്ങൾ കവർ ചെയ്തിട്ട് വേണം അടുത്ത ഗ്രാമത്തിലേക്ക് പോകാനായിട്ട്. ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോഴായിരിക്കും അവിടെ റോഡ് വർക്ക്. എന്തൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5 ടണ്ണിൽ കൂടുതലുള്ള ഒരു വണ്ടികൾ അതിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ആദ്യം റിവേഴ്സ് വരേണ്ടി വരും. അപ്പോൾ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ചില റൂട്ടിലേക്കൊക്കെ കയറി കഴിയുമ്പോൾ ഇന്ന സ്ഥലത്തേക്കുള്ള റൂട്ട് അടച്ചേക്കാന്ന് പറയും. അത് ഇന്ന സ്ഥലം നോക്കാനായിട്ട് നമുക്കറിയില്ല നമ്മൾ ഏത് റൂട്ടിൽ കൂടെ കയറി പോകേണ്ടതെന്ന്. കാരണം 3-4 ഗ്രാമങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഗ്രാമത്തിലേക്കായിരിക്കും ചിലപ്പോൾ പൂക്കൾ ഇറങ്ങാൻ പോകുന്നത്. ഭൂരിഭാഗം സ്ഥലങ്ങളിലും ചെറിയ വണ്ടികളാണ് പോണത്. പക്ഷേ ഇവിടെ നിന്ന് പുറത്തുനിന്നുള്ള വണ്ടികളായതുകൊണ്ട്, സ്പെയിനിൽ നിന്നുള്ള വണ്ടി ആയതുകൊണ്ട് ട്രെയിലറിലാണ് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം റെപ്പാർത്തിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളായിട്ട് ഇറക്കണത്. അടുത്ത ആള് നമ്മളിന്ന് കാലത്ത് ലോഡ് ഇറക്കി കൊടുത്ത് വന്നിട്ട് എല്ലാം റിവേഴ്സ് വെച്ച് വേണം കയറ്റാൻ. റിവേഴ്സ് വെക്കാന്ന് പറഞ്ഞാൽ ഡക്കും സംഭവങ്ങളൊന്നുമില്ല. ഒരു ചെറിയ സംഭവത്തിൽ കൂടെ റിവേഴ്സ് വെച്ച് കയറണം. ഒരു തരത്തിലും ഓർഗനൈസിങ് ഇല്ലാത്ത വരെ. റൂത്ത് ബ്ലൂ. ഇതുപോലെ ഓരോ ഗ്രാമങ്ങളുണ്ട്. ഗ്രാമങ്ങൾ വന്നിട്ട് സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 50. വന്നിട്ട് 30. എനിക്ക് മനസ്സിലാകാത്തത് ഇതുപോലത്തെ ചെറിയ കുറേ ഗ്രാമങ്ങളുണ്ട്. പക്ഷേ ഇന്നലെ കുറേ ഗ്രാമങ്ങളിലെ കൂടെയൊക്കെ നമ്മൾ ട്രെയിലറായിട്ട് പോയി. വീടൊക്കെ തൊട്ടടുത്ത് മുട്ടിയില്ല എന്നുള്ള രീതിയിലാണ്. ചില ഇതിൻ്റെ സൈഡൊക്കെ ഇടിച്ച് കളഞ്ഞിട്ടുണ്ട് വണ്ടികൾ, ട്രെയിലറുകൾ വന്നിട്ട്. എന്ത് ചെയ്യാനാണ്? അവർ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് എന്താ കാര്യം? വേറെ റൂട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് അവിടെ അടുത്ത ബോർഡ് കൊണ്ടെന്ന് വെച്ചാണ് പണി. റോഡ് പണി വന്നു കഴിഞ്ഞാൽ പണിയാണ്. അവർ ഡേവിയേഷൻ അടിച്ച് വയ്ക്കും. ഡേവിയേഷൻ എഴുതിയിട്ട്, ഡേവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴിക്ക് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ വഴിക്ക് പോയി കുറച്ച് കഴിയുമ്പോഴാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവാം. കുറച്ച് കഴിയുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവുക അത് ഇത് ചെയ്യാൻ പാടില്ല. ഇത് അവിടെ മഞ്ഞളായിട്ടൊക്കെ എത്തിച്ച് വെച്ചാണ്. കാറുകാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓടിച്ചുകൊണ്ട് അങ്ങോട്ട് കയറ്റും.
നമ്മളാണ് ആദ്യം കയറി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ എടുത്തു പോവാ, അല്ലെങ്കിൽ ചവിട്ടാ. Sal de la rotonda por la segunda salida por Rutble. ഇത് നമ്മൾ ഇന്നലെ വന്ന റൂട്ട് തന്നെ. ഇന്നലെ വൈകിട്ട് വന്നപ്പോൾ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. വീശി വളയ്ക്കാൻ പറ്റില്ല വണ്ടി. വീശി വളച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പൂക്കള് അതിൻ്റെ മെറ്റീരിയൽസ് കൊണ്ട് വെച്ചാണ്ട് അതിന് പണി കിട്ടും. ഇതിപ്പോൾ നമ്മൾ അടുത്ത ഗ്രാമങ്ങളിലേക്ക് കയറിയതേ. ഇതിവിടെ എഴുതി വെച്ചാണ് ഇവിടേക്ക് 3.5 ടണ്ണിൽ കൂടുതലുള്ള വണ്ടികൾ ഇതിലങ്ങോട്ട് കയറാം. ഇപ്പോൾ ഇത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് അവിടെ വർക്കിൻ്റെ കാര്യം എഴുതി വെച്ചാണ്, റോഡ് വർക്ക് എന്ന് പറഞ്ഞ എഴുതി വെച്ചാണ്. പിന്നെന്ന് പറയാനായിട്ട് ഇങ്ങനത്തെ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തിരക്കില്ല. പൂക്കളാണെങ്കിലും കുഴപ്പമില്ല, ഒരു ദിവസം അങ്ങോട്ട് മാറി എന്ന് പറഞ്ഞു. ആ സമയത്ത് പച്ചക്കറി സംഭവങ്ങളൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവോക്കാഡോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണടച്ചപ്പെട്ടേക്കും. പിന്നെ അത് ഇതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് ഉണ്ടാവാറില്ല. അത് മെയിൻ സംഭവ സ്ഥലത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻഡസ്ട്രിയൽ ഏരിയ ഹെവി ഇതിലേക്കൊക്കെ. പൂക്കൾ എന്നൊക്കെ പറഞ്ഞാൽ പക്ക ഗ്രാമങ്ങളിലേക്ക് നമ്മൾ ചില സ്ഥലത്ത് കൊണ്ട് വണ്ടി നിർത്തിയിട്ട് നടന്നു പോയി നോക്കണത് ഇതാണ്. അതിലെ വണ്ടി പോകുന്നുള്ളതിനേക്കാൾ ഉപരി അവിടെ ഇട്ട് വളയ്ക്കാൻ പറ്റുമെന്നാണ് നോക്കണത്. അങ്ങനെ ഓരോ കോമഡികള്. ഞാൻ മുമ്പിൽ പോണവൻ ഇവിടുത്തുകാരനാ. അവൻ്റെ പുറകെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈസായിട്ട് അങ്ങോട്ട് പോവാം. ചെറിയ ഗ്രാമങ്ങൾ, ചെറിയ വീടുകൾ. ഇതിലെ ഇതുപോലത്തെ വണ്ടികൾ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ എനിക്ക് മനസ്സിലാവാത്ത. ഇവരെങ്ങനെയാണ് സഹിക്കുന്നതെന്ന്. ലോഡും വണ്ടികളും സംഭവങ്ങളൊക്കെ വളരെ രീതിയിൽ ഓടുന്ന ഒരു വഴിയാണിത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് 150 കിലോമീറ്റർ 2.5 മണിക്കൂർ കൊണ്ട് എത്തില്ല. അവിടെ 12:30 അങ്ങനെ അടയ്ക്കുന്നു. 12 മണിയാകുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കാര്യം. ഇല്ലെങ്കിൽ വീണ്ടും 2:30 വരെ വെയിറ്റിങ്. നമ്മളപ്പോൾ ഒരു ചെറിയ റൂട്ടിൽ നിന്ന് ഇനി അടുത്ത റൂട്ടിലേക്ക് കയറണം. Sal de la rotonda por la segunda salida por la D574. La Roche. ഡേവിയേഷൻ റൂട്ട് ബാറിനെ കണ്ട അതടച്ചു. ഒരു വഴി അടച്ചിട്ടുണ്ട്. നമുക്ക് പോകാനുള്ള വഴിയല്ല. എന്തായാലും എന്താണ് ഇവിടുത്തെ പ്രത്യേകത?
ഒരു 3-4 മാസത്തേക്കാണ് ഈ പൂക്കളായിട്ടുള്ള ഓട്ടം. എങ്കിലും കുറേ ഗ്രാമങ്ങളൊക്കെ കാണാവുന്നതിൻ്റെ പേരിൽ ഒരു രസം. ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞു. 2 ദിവസം 3 ഓട്ടങ്ങൾ കഴിഞ്ഞു. 2060 കിലോമീറ്ററാണ് ഓടിയാണ്. ഇന്നപ്പോൾ ഏകദേശം ഒരു 2700 ആവും. സംഭവങ്ങൾ എന്തൊക്കെയുണ്ടെങ്കിലും കിലോമീറ്ററുകൾ ഓടിയിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. കാരണം കിലോമീറ്ററിനനുസരിച്ചിട്ടാണ് സാലറി. Sal de la rotonda por la tercera salida por la de 765. ഇവിടെ നിന്ന് ഇനി നമുക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു ഇതിലേക്ക് കയറാം. എഴുതി വെച്ചാണ്. വീണ്ടും ഇവിടെ നിന്ന് റെസ്ട്രിക്ഷൻസ് ഉള്ളത് എഴുതി വെച്ചാണ്. അവിടേക്കുള്ള ബോർഡ് വെച്ചേക്കണം. ഫിറിനടിച്ച് വെച്ചാണ്. ദൈവം നമ്പരാണ് അറിയാം. നോക്കി നോക്കട്ടെ. ഡേവിയേഷൻ ഇതിലെ, ഡേവിയേഷൻ രണ്ടാമത്തെ ഇതിലെ, നാൻതസ ഇതിലെ, നമുക്ക് പോകേണ്ടത് ഇതിലെ. അടിപൊളി. എന്തായാലും നോക്കാം നമുക്ക്. Sal de la rotonda por la segunda salida. അറിയില്ല, ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പോകാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് തിരിച്ചിങ്ങോട്ട് പോരാം. അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. പല സ്ഥലത്തും വന്നിട്ട് ഇതുപോലെ എഴുതി വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ വരും ഫിർമേ ബ്ലോക്ക്ഡ്. അപ്പോൾ നമ്മളവിടെ തിരിച്ചു വരും. ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെ സംഭവം എന്നുള്ളത്, ഏത് ഭാഗത്തേക്കുള്ള വഴിയാന്നുള്ളത് മാത്രം അറിയില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ഗ്രാമങ്ങളിലേക്ക്, ഇതുപോലത്തെ ഓരോ ഗ്രാമങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുന്നത്. പിന്നെ ഇതെല്ലാം തിരിച്ചു പോകേണ്ടി വരും. Sal de la rotonda por la segunda salida por Boulevard de Bretagne. നേരെ അപ്പുറത്തോട്ടില്ല ഇപ്പുറത്തോട്ടില്ല, നേരെ പോകേണ്ടി വരും. ഇവിടെ വന്നിട്ട് സ്പീഡ് ലിമിറ്റ് 50 ആണ്. ഇതങ്ങോട്ട് കഴിയുമ്പോൾ 30 ആവുതേ. ഇതിലൊക്കെ വണ്ടികൾ കയറിയിട്ടുണ്ട്. സൈഡ് നോക്കട്ടെ. നെയിം ബോർഡുകളൊക്കെ അല്ലെങ്കിൽ വണ്ടിയിലിരിക്കും. വല്യപ്പന് വണ്ടി കയറാൻ പറ്റിയ സമയം. വേഗം കയറേണ്ട പൊന്നു കൂട്ടുകാരാ, ഇല്ലെങ്കിൽ മാറി നിൽക്കുക. പുള്ളിയാണ് മാറി എന്നിട്ട് അളവെടുത്തോണ്ടിരിക്കല് വണ്ടി തട്ടണോ ഇല്ലെന്നുള്ളത്. Sal de la rotonda por la segunda salida por la de 765. ഇവിടെ മില്ലിമീറ്റർ വെച്ച് വണ്ടി ഓടിക്കേണ്ടി വരും. അവിടെ ചെന്ന് കഴിയും. അതെ, നല്ലൊരു പാലം, വീതിയുള്ളൊരു പാലുണ്ട്. അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല.
ഇവിടെ ബോട്ടിങ് സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു പുള്ളി അവിടെ ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 70 ഇവിടെ വെച്ച് 70 തീരണം. ഇവിടെ ഇതുപോലത്തെ റോഡുകൾ റഡാറുകൾ കാറിനും ബൈക്കിനായിരിക്കും വെച്ചിട്ടുണ്ടാവുക. മാക്സിമം സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 80. റഡാറ് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചവിട്ടും, കണ്ടില്ലെങ്കിൽ നമുക്ക് ചവിട്ടാൻ പറ്റില്ല. ഇനി ഇവിടെ നിന്ന് നമ്മള് നേരെ നാഷണൽ റൂട്ടിലേക്ക് കയറണം. അവിടെ വർക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവമേ, പണി പാളി കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ടി വരും. കൊടിയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് ടീമുകൾ. എന്തായാലും റൗണ്ട് കിട്ടേണ്ടതാണ്. Sal de la rotonda por la segunda salida por la de 148. ബെസ്റ്റ്. എവിടേക്കാന്ന് നോട്ടെ. ഈ വഴി അടച്ചിട്ടുണ്ടായില്ല. അവിടെ ഇല്ല, കുഴപ്പമില്ല. ചക്കേ Gira a la izquierda la número 165. അപ്പോൾ കൂട്ടുകാരെ, നമ്മളപ്പോൾ നാഷണൽ റൂട്ടിലേക്ക് കയറണം. കാലത്തെ ഇജാതി ഓട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇവിടുന്ന് നാഷണൽ റൂട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഗ്രാമത്തിലൂടെ 2-3 ഗ്രാമത്തിലൂടെ കയറണം. അങ്ങനെ കുറേ കോമഡികളൊക്കെ ആയിട്ട് നമ്മൾ ഇനി ഇന്നത്തെ ദിവസങ്ങൾ ആരംഭിക്കണം. അപ്പം എന്തായാലും സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.